നമസ്കാരം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മലയാളം 4 വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് കോമൺ കോഴ്സായി നൽകുന്ന മലയാളം കോഴ്സിനെ കുറിച്ചിട്ടാണ്. ഒന്നാം സെമസ്റ്റർ വിദ്യാർത്ഥികൾക്ക് സയൻസ് സ്ട്രീമിലുള്ള കുട്ടികൾക്ക് മലയാളം സിലബസിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. സിലബസിനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ഒരുപാട് ആശങ്കകളും ഒരുപാട് സംശയങ്ങളും ഒക്കെയുള്ള ഒരു സമയമാണ് 4 വർഷ ബിരുദം എന്ന് പറയുന്നത്. ഇതിൽ ഒന്നാം വർഷത്തിൽ അതായത് 2 സെമസ്റ്ററുകളിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് മലയാളം AEC മലയാളമാണ്. AC2 ആണ് മലയാളമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ സയൻസ് സ്ട്രീമിലുള്ള കുട്ടികളുടെ മലയാളം പഠിക്കുന്ന പുസ്തകത്തിന്റെ പേപ്പറിന്റെ പേര് എന്ന് പറയുന്നത് മലയാള സാഹിത്യാസ്വാദനം എന്നാണ്. അപ്പോൾ ഈ ഒരു പുസ്തകം സയൻസ് സ്ട്രീമിലുള്ള കുട്ടികൾക്കാണുള്ളത്. BSc പഠിക്കുന്നത്, അതായത് BSc ബോട്ടണി, സുവോളജി, സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ സൈക്കോളജി, ന്യൂട്രീഷൻ, AI ഇങ്ങനെയുള്ള എല്ലാ കോഴ്സുകളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അണ്ടറിൽ വരുന്ന BSc കോഴ്സുകൾക്കെല്ലാം കോമൺ കോഴ്സായി പഠിക്കാനുള്ള AC2 ആണ് മലയാള സാഹിത്യാസ്വാദനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ യൂണിവേഴ്സിറ്റി ഉദ്ദേശിക്കുന്നത് ഈ ഒരു സിലബസിലൂടെ വിവിധ സാഹിത്യ രൂപങ്ങളെ, ദൃശ്യകലാരൂപങ്ങളെ എല്ലാം വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുക എന്നതാണ്. അതായത് സയൻസ് മേജർ സബ്ജക്റ്റായി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ഭാഷാശേഷികളും ആസ്വാദന ശേഷിയും ഒക്കെ വിപുലീകരിക്കുക, അതോടൊപ്പം അത് ഉറപ്പാക്കുക, അതൊക്കെയാണ് ഈ ഒരു കോഴ്സിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് വിശദമായിട്ട് സിലബസിൽ പറയുന്നത് എന്ന് വിശദമായ സിലബസ് നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് അനുഭവാഖ്യാനങ്ങളാണ്. മലയാളത്തിലെ അനുഭവാഖ്യാനങ്ങളിലെ വ്യത്യസ്തമായ ജനുസുകളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുക, അതിൻ്റെ ആഖ്യാനപരമായ സവിശേഷതകൾ, ചരിത്രങ്ങൾ, ഇതൊക്കെ പരിചയപ്പെടുത്തുക. ഉദാഹരണമായിട്ട് ജീവചരിത്രം, സ്മരണ, ആത്മകഥ, അഭിമുഖം, യാത്രാഖ്യാനം, ഇതൊക്കെയാണ് ഈ ഒരു മൊഡ്യൂളിൽ വരുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ ആത്മകഥയാണ്. ആത്മകഥയിൽ നമുക്ക് പഠിക്കാനുള്ളത് റോബർട്ട് പാനിപ്പിള്ളയുടെ കടലറിവുകളും നേരനുഭവങ്ങളും എന്ന് പറയുന്ന ആത്മകഥയിൽ നിന്നെടുത്ത ഒരു ഭാഗം, കടലടിത്തട്ടിലെ മായാക്കാഴ്ചകൾ. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നത് സഞ്ചാര സാഹിത്യമാണ്. സഞ്ചാര സാഹിത്യം വി മുസഫർ അഹമ്മദിന്റെ മരുമരങ്ങൾ എന്ന് പറയുന്ന സഞ്ചാര സാഹിത്യ കൃതിയിലെ ചെറിയ ഒരു ഭാഗം. റുബുൽ ഖാലിയിലെ നാറാണത്തു ഭ്രാന്തൻ എന്നാണ് ആ ഒരു ഭാഗത്തിന്റെ പേര്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ വരുന്നത് ഇന്റർവ്യൂ ആണ്, അഭിമുഖത്തില് നമുക്ക് PT മുഹമ്മദ് സാദിഖ് നടത്തിയ ഒരു അഭിമുഖമാണ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പില്. 2023 ഒക്ടോബറിലെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പില് PT മുഹമ്മദ് സാദിഖ് MS സ്വാമിനാഥനുമായി നടത്തിയ ഒരു അഭിമുഖമുണ്ട്. അത്ഭുതം വിരിയിക്കാൻ സസ്യങ്ങൾ മാന്ത്രികരല്ല, അതായിരുന്നു അതിന്റെ ടൈറ്റില്. അതാണ് നമുക്ക് പഠിക്കാനുള്ള ഇന്റർവ്യൂ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നാലാമത്തെ മൊഡ്യൂൾ ആയിട്ട് വരുന്നത് ജീവിതാഖ്യാനമാണ്. ബാബുചന്ദ്രന്റെ വല്ലാത്തൊരു കഥ എന്ന് പറയുന്ന ഒരു ബാബുചന്ദ്രന്റെ ഒരു എപ്പിസോഡാണ് ലോകങ്ങളുടെ അന്തകൻ ഓപ്പൺഹൈമർ ആറ്റം ബോംബ് ഉണ്ടാക്കിയ കഥ. ഇത് നമുക്ക് യൂട്യൂബ് ചാനലിലെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു ഇന്റർവ്യൂ, ആ ഒരു ജീവിതാഖ്യാനം, ഒരാളെ കുറിച്ചിട്ടുള്ള നരേഷനാണ്. അപ്പോൾ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള അഞ്ചാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ മൊഡ്യൂളാണ്. അപ്പോൾ അനുഭവാഖ്യാനങ്ങളിൽ എന്തെല്ലാം ഉണ്ടായി? സഞ്ചാര സാഹിത്യം, ആത്മകഥ, ഇന്റർവ്യൂ, ജീവിതാഖ്യാനം എല്ലാം നോക്കി. ഇനി അടുത്ത് വരുന്ന രണ്ടാമത്തെ മൊഡ്യൂൾ കഥാസാഹിത്യമാണ്. ചെറുകഥയുടെ സവിശേഷതകളും അതുപോലെ മലയാളത്തിലെ ചെറുകഥാ സാഹിത്യത്തിന്റെ ചരിത്രവും അതിനെക്കുറിച്ച് കുട്ടികൾക്ക് ഒരു സാമാന്യമായ ബോധം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് കഥാസാഹിത്യം എന്നുള്ള ഈ ഒരു മൊഡ്യൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ചെറുകഥ ലളിതാംബിക അന്തർജനത്തിന്റെ മാണിക്കൻ എന്ന് പറയുന്ന കഥയാണ്. മറ്റൊന്ന് GR ഇന്ദുഗോപന്റെ കരിമ്പുലി എന്ന് പറയുന്ന ഒരു ചെറുകഥ. ഇങ്ങനെ 2 ചെറുകഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ കഥയും നോവലും തമ്മിലുള്ള വ്യത്യാസം വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കുക, വിദ്യാർത്ഥികളിൽ അറിവുണ്ടാവുക എന്നതിന് വേണ്ടിയിട്ട് ഒരു നോവൽ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഈ മലയാള നോവലിന്റെ ചരിത്രവും അതിന്റെ സവിശേഷതകളും ഒക്കെ, അതിനെക്കുറിച്ച് സാമാന്യമായ ബോധം കുട്ടികൾക്ക് ഉണ്ടാക്കുക. ചെറുകഥ പോലെ തന്നെ നോവലും എന്താണ് എന്ന് വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഉറൂബിന്റെ മിണ്ടാപ്പെണ്ണ് എന്ന് പറയുന്ന ഒരു നോവലും ഈ ഒരു സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ രണ്ടാമത്തെ മൊഡ്യൂളിൽ 2 ചെറുകഥകളും ഒരു നോവലും. മാണിക്കൻ എന്ന് പറയുന്ന ചെറുകഥ, GR ഇന്ദുഗോപന്റെ കരിമ്പുലി, അതോടൊപ്പം തന്നെ ഉറൂബിന്റെ മിണ്ടാപ്പെണ്ണ് എന്ന് പറയുന്ന നോവലുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് മൂന്നാമത്തെ മൊഡ്യൂളിൽ എന്താണെന്ന് നോക്കാം.
മൂന്നാമത്തെ മൊഡ്യൂള് കവിതയാണ്. മലയാള കവിത സാഹിത്യ ചരിത്രത്തിനെ കുറിച്ച്, സാഹിത്യ രൂപത്തെക്കുറിച്ച്, പ്രസിദ്ധമായ കവികളെയും കവിതകളെയും എല്ലാം സാമാന്യമായി ഒന്ന് പരിചയപ്പെടുത്തുക എന്നതാണ് ഈ ഒരു മൊഡ്യൂളിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് കുഞ്ചൻ നമ്പ്യാരുടെ കല്യാണ സൗഗന്ധികത്തിൽ നിന്നെടുത്ത ഒരു ചെറിയ ഭാഗമാണ്. ഭീമനും ഹനുമാനുമായുള്ള ഒരു സംവാദം വരുന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗമാണ് നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ട്, കവിതയിലെ മൂന്നാമത്തെ മൊഡ്യൂളിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ട് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ വൈലോപ്പിള്ളി ശ്രീധരൻ മേനോന്റെ സർപ്പക്കാട് എന്ന് പറയുന്ന കവിതയും അതോടൊപ്പം ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ മാനസാന്തരവും. ഇങ്ങനെ 3 കവിതകളാണ് ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് പരിചയപ്പെടാനുള്ളത്. പിന്നെ വരുന്ന 4ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ദൃശ്യകലാ സാഹിത്യമാണ്. ദൃശ്യകലാ സാഹിത്യം എന്ന് വെച്ചാൽ ദൃശ്യകലാ സംബന്ധിയായ സാഹിത്യ രൂപങ്ങളെ, അതിന്റെ വൈവിധ്യങ്ങൾ, അതിലെ സവിശേഷതകൾ, ഇതിനെക്കുറിച്ച് കുട്ടികൾക്ക് സാമാന്യമായി പരിചയപ്പെടുത്തുക, പൊതുവായ ഒരു അവബോധം ഉണ്ടാക്കുക എന്നതാണ് മൊഡ്യൂളിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിൽ നമുക്കറിയാം ദൃശ്യകലാ സാഹിത്യത്തിൽ നാടകവും സിനിമയും എല്ലാം വരും. അപ്പോൾ ഒരു നാടകം പഠിക്കാനുണ്ട്. എ ശാന്തകുമാറിന്റെ കൂവാകം എന്ന് പറയുന്ന നാടകവും സുദേവൻ സംവിധാനം ചെയ്ത തട്ടുംപുറത്തപ്പൻ എന്ന് പറയുന്ന സിനിമയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ചലച്ചിത്ര ഗാനങ്ങളും കൂടി പഠിക്കാനുണ്ട്. അതായത് ചലച്ചിത്ര ഗാനങ്ങളുടെ ഓരോ കാലഘട്ടത്തെ പ്രതിനിധീകരിച്ച് വന്ന സിനിമകളിലുള്ള ചലച്ചിത്ര ഗാനങ്ങൾ, അവയിലുണ്ടായിരുന്ന സംസ്കാരം, ഭാഷ, അതിൽ വന്ന മാറ്റം, ഇതിനെക്കുറിച്ചൊക്കെ കുട്ടികൾക്ക് ഒരു അറിവുണ്ടാവുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ചലച്ചിത്ര ഗാനങ്ങളുടെ ആ ഒരു പരിണാമത്തെക്കുറിച്ച് കുട്ടികൾക്കൊരു ബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അച്ഛനും ബാപ്പയും എന്ന് പറയുന്ന സിനിമയിൽ വയലാർ രചിച്ച മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന ചലച്ചിത്ര ഗാനമുണ്ട്. അതോടൊപ്പം തന്നെ പരിണയം എന്ന് പറയുന്ന സിനിമയിലെ യൂസഫ് അലി കേച്ചേരി എഴുതിയ 5 ശരങ്ങളും പോരാതെ മന്മഥൻ എന്ന് പറയുന്ന പാട്ടുണ്ട്. അതോടൊപ്പം തന്നെ സൂപ്പർ ശരണ്യയിലെ സുഹൈൽ കോയ രചിച്ച അശുഭമംഗളകാരി എന്ന് പറയുന്ന സിനിമാ ഗാനവും നമുക്ക് ഇത്തവണ സിലബസിലുണ്ട്. അപ്പോൾ സിനിമാ ഗാനങ്ങളെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും അതിൻ്റെ പരിണാമത്തെക്കുറിച്ചും ഭാഷയിലും മറ്റ് എന്താ പറയുക അതിൻ്റെ അവതരണത്തിലും ശൈലിയിലും ഒക്കെ വന്ന മാറ്റത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ സംസാരിക്കാം. പിന്നെയുള്ളത് ഓപ്പൺ എൻഡഡ് മൊഡ്യൂളാണ്. അത് ഓരോ കോളേജുകളും അവരുടെ ഇതിനനുസരിച്ചിട്ടാണ് ഈ സിലബസിനനുസരിച്ച് അവർ ഡിസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി ഓരോ പാഠഭാഗങ്ങളെ ഇതിലുള്ള ഇപ്പോൾ നമ്മൾ സംസാരിച്ച ഓരോ ചാപ്റ്റേഴ്സിനെ കുറിച്ചും നമുക്ക് വിശദമായിട്ട് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച്.